ഹലോ എവരി വൺ, നമസ്കാരം. ഇനി നമ്മൾ ജർമ്മൻ ഭാഷ മലയാളത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, മലയാളത്തിൽ. ഇത്രയും കാലം ഇംഗ്ലീഷ് പഠിച്ചപ്പോഴത്തേക്കും കുറച്ച് പേരോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ഡു ഇറ്റ് ഇൻ മലയാളം ഓൾസോ. അതുകൊണ്ട് മലയാളത്തിൽ പഠിക്കുകയാണ്. പക്ഷെ എപ്പോഴും ഭാഷ അതേ ഭാഷ തന്നെ പഠിക്കുന്നത് നല്ലതല്ലെങ്കിൽ മലയാളത്തിൽ ജർമ്മൻ പഠിച്ചാൽ അത് ഒരു ഒറിജിനൽ ആയിരിക്കില്ല. പക്ഷെ എന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവ് ഇൻ ജർമ്മൻ ആണ്. നോമിനാറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് സ്ട്രക്ചറിനകത്ത് സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ് ഉണ്ട്. കർത്താവ്, ക്രിയ, കർമ്മമുണ്ട്. മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയയാണ്. പക്ഷേ ജർമ്മൻ ഭാഷയിൽ കർത്താവ്, ക്രിയ, കർമ്മമാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് നോമിനാറ്റീവ്. അപ്പൊ നോമിനാറ്റീവിൽ പേഴ്സണൽ പ്രോനോമിൻ ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജർമ്മൻ നോമിനാറ്റീവ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ദ, ഓക്കെ, ദ ബുക്ക്, ദ ബോയ് എന്നെല്ലാം ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടില്ല. ഓക്കെ, എന്നാൽ ദ ബോയ്, ദ ബുക്ക് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ദ, THE, ദ ഉപയോഗിക്കുന്നതാണ് മെയിനായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. പിന്നെ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഉണ്ട്. ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഐൻ അല്ലെങ്കിൽ ഐനെ ഉപയോഗിക്കും. ഓക്കെ, അതാണ് ഇൻ ജനറൽ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവിന്റെ ആർട്ടിക്കിൾസ് ആണ്. ദർ, ദി, ദസ്, ദി എന്ന് പറയും. ഓക്കെ, വിൽ ഡു ഇൻ ഡീറ്റെയിൽ നൗ. ഓക്കെ, അപ്പൊ നോമിനാറ്റീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. ഓക്കെ, അതിനായിട്ട് ദർ, ദി, ദസ്, ദി. ഓക്കെ, ദർ, ദി, ദസ്, ദി. ദർ നമ്മൾ പുല്ലിംഗത്തിന് ഉപയോഗിക്കും, മസ്കുലിൻ. ദി നമ്മൾ സ്ത്രീലിംഗം, ഫെമിനിൻ. ദസ് നമ്മൾ ഉപയോഗിക്കുന്നത് നപുംസകം അല്ലെങ്കിൽ ന്യൂട്രൽ ജെൻഡർ എന്ന് പറയും. അത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഐൻ അല്ലെങ്കിൽ ഐനെ. ഇൻഡെഫിനിറ്റ് ആണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്ന പകരം നമ്മൾ ഐൻ അല്ലെങ്കിൽ ഐനെ എന്ന് ഉപയോഗിക്കും. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ രീതി പറഞ്ഞാലും നമുക്ക്. ഓക്കെ, ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും നമുക്ക് മസ്കുലിൻ. ഓക്കെ, മസ്കുലിൻ പുല്ലിംഗം വരുന്നത് ദർ മാൻ. ഓക്കെ, ദർ മാൻ, ആ മനുഷ്യൻ. അല്ലെങ്കിൽ ഐൻ മാൻ, ഒരു മനുഷ്യൻ. ദി ഫ്രൗ, ആ സ്ത്രീ. ഐനെ ഫ്രൗ, ഒരു സ്ത്രീ. ദസ് കിൻഡ്, ആ കുട്ടി. ഐൻ കിൻഡ്, ഒരു കുട്ടി. അതിന് പ്ലൂറലായിട്ട് ബഹുവചനം വരുമ്പോഴത്തേക്കും ദി മെന്നർ, മനുഷ്യ. പക്ഷെ അതിന് ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇല്ല, കാരണം ഒന്നിന് നമുക്ക് പ്ലൂറൽ ഇല്ല. ഓക്കെ, അപ്പോൾ ദർ, ദി, ദസ്, ദി അതാണ് നോമിനാറ്റീവ് ആർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുന്നത് ഐൻ, ഐനെ, ഐൻ. ക്ലിയർ? നൗ ലെറ്റ്സ് ഡു ഇറ്റ് ഇൻ ഡീറ്റെയിൽ നൗ. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ മാൻ ലീസ്റ്റ് ഐൻ ബുക്ക്. ഓക്കെ, അത് മസ്കുലിനാണ്. ആ മനുഷ്യൻ ഒരു പുസ്തകം വായിക്കുന്നു. ഇവിടെ ദർ മാൻ ആണ് നോമിനാറ്റീവ്. ദർ മാൻ, ആ മനുഷ്യൻ ഒരു പുസ്തകം വായിക്കുന്നു. അവിടെ ദർ മാൻ നമ്മൾ നോമിനാറ്റീവ് വായിക്കുന്നത് മസ്കുലിനാണ്. ഓക്കെ, പുല്ലിംഗം. ദി ഫ്രൗ ഈസ് നെറ്റ്. ഓക്കെ, ആ സ്ത്രീ നല്ല സ്ത്രീയാണ്. അപ്പോൾ ദി ഫ്രൗ എന്ന് പറയുന്നതാണ് ഇവിടെ നോമിനാറ്റീവ് ആയിട്ട് വരുന്നത്. ദി ഫ്രൗ. അപ്പോൾ ഒന്നും കൂടെ ഗ്രാഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ എന്ന് പറയുന്നത് പുല്ലിംഗം, ദർ മാൻ, ആ പുരുഷൻ. ദി എന്ന് പറയുന്നത് ഫെമിനിൻ, സ്ത്രീലിംഗം, ദി ഫ്രൗ, ആ സ്ത്രീ. ദസ് എന്ന് പറയുന്നത് ദസ് കിൻഡ്, ആ കിൻഡ്, ആ കുട്ടി, ആ കുഞ്ഞ്. അതുപോലെ നമ്മൾ നോയിട്രം അല്ലെങ്കിൽ ന്യൂട്രൽ ജെൻഡർ. പിന്നെ നമ്മൾ പ്ലൂറൽ ആകുമ്പോഴത്തേക്കും ദി ബ്യൂഷർ, ബ്യൂഷർ ആ പുസ്തകങ്ങൾ. ഓക്കെ, അപ്പോൾ ദർ, ദി, ദസ്, ദി. ഡോണ്ട് ഫർഗെറ്റ് ദർ, ദി, ദസ്, ദി. ക്ലിയർ? നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ദർ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ്, മസ്കുലിൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിന് ഉദാഹരണം പറഞ്ഞാൽ ദർ മാൻ ഈസ് ഹിയർ, ആ മനുഷ്യൻ ഇവിടെയുണ്ട്. ഓക്കെ, ദർ മാൻ ഈസ് ഹിയർ. അല്ലെങ്കിൽ ദ ഹുണ്ട് സ്ലേവ്ഡ്, ആ പട്ടി ഉറങ്ങുന്നു. ദ ഹുണ്ട് സ്ലേവ്ഡ്. അല്ലെങ്കിൽ ദ ലെയർ സ്പ്രിച്ച്ഡ്,
ഓക്കെ. സ്പ്ലിറ്റ്, ഓക്കെ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ സംസാരിക്കുന്നു. ദ യുങ് ലാക്ട്, ആ കുട്ടി ചിരിക്കുന്നു. ദ ആസ്റ്റ് കോംഡ്, ഡോക്ടർ വരുന്നു. അപ്പൊ ഇവിടെ ദർ മാൻ, ദർ ഹുണ്ട്, ദർ ലേറർ, ദർ യുങ്, ദർ ആർട്സ്, ഇതെല്ലാം മസ്കുലിൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് മസ്കുലിൻ ആർട്ടിക്കിൾസ് പഠിക്കാം. ഓക്കെ, നമ്മൾ പഠിക്കണം. അപ്പം ദർ മാൻ, ഓക്കെ, മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ. ദ ഹുണ്ട്, ഓക്കെ, ദർ ഫാദർ, അച്ഛൻ, ഓക്കെ, ദർ ലേറർ, അധ്യാപകൻ, ദർ ടിഷ്, മേശ, ദർ സ്റ്റൂൾ, കസേര, ദർ ആപ്പിൾ, ആപ്പിൾ, ദർ ഫ്രൈൻഡ്, സുഹൃത്ത്, ദർ ക്യോണിക്, കിങ്, ദ സോൺ, മകൻ. അപ്പോൾ മാൻ, ഹുൺ, ഫാദർ, ടിഷ്, സ്റ്റൂൾ, ആപ്പിൾ, ക്യോണിക്, സോൺ, ഇതെല്ലാം മസ്കുലിൻ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ക്ലിയർ? So masculine is article is there, D-they-are, D-E-R, there. ഇനി ഫെമിനിൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദി ആണ്. ഓക്കെ, ദി വരുമ്പോൾ ദി ഫ്രൗ കോക്ട്, ഓക്കെ, സ്ത്രീ പാകം ചെയ്യുന്നു. കൊഹൻ എന്ന് പറഞ്ഞാൽ കുക്കിംഗ്, ഓക്കെ, സ്ത്രീ പാചകം ചെയ്യുന്നു. ദി കാറ്റ് സ്ലെപ്റ്റ്, ഓക്കെ, പൂച്ച ഉറങ്ങുന്നു. ദി ലേറിംഗ് സ്ട്രൈക്ട്, ഓക്കെ, അധ്യാപിക, ഓക്കെ, അധ്യാപകൻ ലേറർ, അധ്യാപിക ലേററിൻ, ഓക്കെ, എഴുതുന്നു. ദി മുട്ടർ സിംഗ്ഡ്, അമ്മ പാട്ട് പാടുന്നു. ദി സിസ്റ്റർ കോംഡ്, സിസ്റ്റർ, ഓക്കെ, സഹോദരി വരുന്നു. അപ്പോൾ ഇതിലിവിടെ ദി ഫ്രൗ, ദി കാറ്റ്സ്, ദി ലേററിൻ, ദി മുട്ടർ, ദി സിസ്റ്റർ, ഇതെല്ലാം എന്താണ്? ഫെമിനിൻ ആണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ അവിടെ ദി ഉപയോഗിക്കുന്നു. ഇതും നോമിനേറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് പഠിച്ചു കഴിഞ്ഞാൽ, വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദി ഫ്രൗ, സ്ത്രീ, ദി മുട്ടർ, അമ്മ, ദി ലേററിൻ, അധ്യാപിക, ദി കാറ്റ്സ്, പൂച്ച, ദി ബ്ലൂമെ, പുഷ്പങ്ങൾ, ഫ്ലവർ, ദി സ്വസ്റ്റർ, സഹോദരി, ദി ടാസെ, കപ്പ്, ദി സൈറ്റുങ്, ന്യൂസ് പേപ്പർ, പത്രം, ദി ഷൂളെ, സ്കൂൾ, ദി ക്യോനിഗിൻ, റാണി, ഓക്കെ, അല്ലെങ്കിൽ ക്യോനിക്, ക്യോനിഗിൻ, ക്യോനിക് എന്ന് പറഞ്ഞ രാജാവ്, ക്യോനിഗിൻ എന്ന് പറഞ്ഞാൽ രാജ്ഞി. ഓക്കെ, അപ്പൊ ഇത് ദി ആണ് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട്. ഇത് നമ്മൾ ദസ്, ഓക്കെ, ന്യൂട്രൽ ജെൻഡർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ദ സ്കിൻഡ് സ്പിൽഡ്, കുട്ടി കളിക്കുന്നു. ദസ് ബുക്ക് ഈസ് ഇൻറ്ററസന്റ്, ദ ബുക്ക് രസകരമാണ്, ആ പുസ്തകം രസകരമാണ്. ദസ് ഹൗസ് ഈസ്റ്റ് ഗ്രോസ്, ആ വീട് വലുതാണ്. ദസ് ഓട്ടോ ഫേറ്റ് സ്നെൽ, ആ ഓട്ടോ വളരെ വേഗത്തിൽ പോകുന്നു. ദ ഫെൻസ്റ്റർ ഈസ്റ്റ് ഓപ്പൺ, ഓക്കെ, ജാലകം തുറന്നിരിക്കുന്നു, വിൻഡോസ് തുറന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദസ് കിൻഡ്, ദസ് ബുക്ക്, ദസ് ഹൗസ്, ദസ് ഔട്ടോ, ദസ് ഫെൻസ്റ്റർ, ഇതെല്ലാം ന്യൂട്രൽ ജെൻഡർ ആണ്. ഓക്കെ, നോയിട്രമാണ്. അതിന് നപുംസകലിംഗം എന്ന് പറയും. കുറച്ചും കൂടെ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ പഠിക്കാം. ഓക്കെ, ന്യൂട്രൽ ജെൻഡർ പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ദസ് കിൻഡ്, ദസ് ഹൗസ്, ദസ് കിൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ദസ് ഹൗസ് എന്ന് പറഞ്ഞ വീട്, ദസ് ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകം, ദസ് ഔട്ടോ എന്ന് പറഞ്ഞ കാർ, ദസ് ഫെൻസ്റ്റർ എന്ന് പറഞ്ഞ ജനൽ, ദസ് മെസർ എന്ന് പറഞ്ഞ കത്തി, ദസ് വാസർ എന്ന് പറഞ്ഞ വെള്ളം, ദസ് ബിൽഡ് എന്ന് പറഞ്ഞാൽ പിക്ചർ, പടം, ദസ് മേഡ്സൺ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ദസ് എസൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സാറിന് ഇംഗ്ലീഷോ മലയാളത്തിലോ എന്താണെന്നുണ്ടെങ്കിൽ സ്ത്രീലിംഗം എന്നാണ് പെൺകുട്ടിയെ പറയുന്നത്. പക്ഷെ ജർമ്മൻ ഭാഷയിൽ പെൺകുട്ടി എന്താണ്? ആണുമല്ല പെണ്ണുമല്ല, അത് ന്യൂട്രൽ ജെൻഡർ ആണ്. ദസ് ആണ്, ദസ് മേഡ്സൺ എന്ന് പറയും. ദസ് മേഡ്സൺ എന്ന് പറയും. എപ്പോഴും ശ്രദ്ധിക്കുക, ദസ് മേഡ്സൺ എന്ന് പറയുന്നത് എന്താണ്? നപുംസകമാണ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ ന്യൂട്രൽ ജെൻഡർ ആണ്. ഓക്കെ, ക്ലിയർ? ഈ നമ്മൾ പ്ലൂറൽ ദി പോലെ തന്നെ പ്ലൂറൽ ബഹുവചനം എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്നതും നമുക്ക് ദി ആണ്. ഓക്കെ, അപ്പോൾ ദി മെന്നർ എന്ന് പറഞ്ഞ മനുഷ്യർ. ഓക്കെ, ലേസൺ ആ പുരുഷന്മാർ വായിക്കുന്നു. ദി മെന്നർ ലേസൺ. ദി ഫ്രൗവൻ ആർബൈറ്റൻ. ഓക്കെ, സ്ത്രീകൾ ജോലി ചെയ്യുന്നു. ഫ്രൗവൻ, ദി ഫ്രൗ സിംഗുലർ ആണ്, ദി ഫ്രൗവൻ പ്ലൂറൽ. ഓക്കെ, ബഹുവചനം. ദി കിൻഡർ സ്പീലൻ. ദസ് കിൻഡ് സിംഗുലർ ആണ്, ദി കിൻറ്റേൺ. ഓക്കെ, ദി കിൻറ്റർ. ഓക്കെ, അത് പ്ലൂറൽ ആണ്. ഓക്കെ, ബഹുവചനമാണ്. ദസ് ബുക്ക്
ദസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നോയിട്രമാണ്. അതിന്റെ പ്ലൂറൽ ദി ബ്യൂഷർ എന്ന് പറയും, പുസ്തകങ്ങൾ. ഓക്കെ, അപ്പോൾ ദി ബ്യൂഷർ സിൻ നോയ്, പുസ്തകങ്ങൾ പുതിയതാണ്. ദി ചീറെ സ്ലാഫൻ. ഓക്കെ, സ്ലാഫൻ, ചീറെ മീൻസ് ആനിമൽ, ദി ചീറെ സ്ലാഫൻ, ആനിമൽ, മൃഗങ്ങൾ ഉറങ്ങുന്നു. ദ ആനിമൽസ് ആർ സ്ലീപ്പിംഗ്. ഓ സോ ഹിയർ ദി മെനർ, ദി ഫ്രൗവൻ, ദി കിൻഡർ, ദി ബ്യൂഷർ, ദി ചീറെ, ഇതെല്ലാം എപ്പോഴും ബഹുവചനമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദി ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പോൾ അത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ഇനി നമ്മൾ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അത് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നതിന് പകരം, ആൻ ഉപയോഗിക്കുന്ന ജർമ്മൻ ഭാഷയിൽ ഐൻ ഉപയോഗിക്കും. ഐൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തിപരമായിട്ട്. ഓക്കെ, ദ മാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മൾ ഡെഫിനറ്റ് ആയി പറയും, ദ മാൻ എന്ന് പറയുന്നത്. ഐൻ മാൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മനുഷ്യൻ. ഓക്കെ, ഒരു മനുഷ്യൻ ഏതെങ്കിലും ആകാം. ഒരാൾ ചൂണ്ടിക്കാണിച്ചത് ദ ഡെഫിനറ്റ് ആണ്, പക്ഷെ ഐൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മനുഷ്യൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത് മസ്കുലിൻ വരുമ്പോൾ ഐൻ ഉപയോഗിക്കും, നോയിട്രം വരുമ്പോൾ ഐൻ ഉപയോഗിക്കും, പക്ഷെ ഫെമിനിൻ വരുമ്പോൾ ഐനെ ഉപയോഗിക്കും. ഓക്കെ, let's listen now here. Yes, ജെൻഡർ വരുമ്പോഴത്തേക്കും ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ masculine ein man. Okay, let's again like that. Ein man, feminine eine Frau, ഒരു സ്ത്രീ, ein Kind, ഒരു കുട്ടി. ഓക്കെ, ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, ഒരു കുട്ടി. നമുക്കതിന് പ്ലൂറൽ ഇല്ല, ബഹുവചനമല്ല, കാരണം ഒന്നിന് പ്ലൂറൽ ഇല്ല. അപ്പോ ein, eine, ein. ക്ലിയർ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ein man liest ein Buch. ഓക്കെ, ഒരു പുരുഷൻ ഒരു പുസ്തകം വായിക്കുന്നു. അപ്പൊ ഐൻ ഇവിടെ ഓക്കെ ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണ്, നോമിനാറ്റീവിൽ വരുന്നത്. ദി ഐനെ ഫ്രൗ arbeitet im Büro, ഒരു സ്ത്രീ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഐനെ ഫെമിനിൻ ആയതുകൊണ്ട് ഐനെ ചേർക്കുന്നു. ein Kind spielt im Garten, ഒരു കുട്ടി പൂന്തോട്ടത്തിൽ കളിക്കുന്നു. അപ്പോൾ ein, eine, ein. ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പഠിക്കാൻ പോകുന്നത്. എന്താണ്? എങ്ങനെ പഠിക്കും ആർട്ടിക്കിൾ മസ്കുലിൻ ഏതാണ്, ഫെമിനിൻ ഏതാണ്, നോയിട്രം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്സിനും ഓരോ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പൊ ഒരു ഷോർട്ട് കട്ട് മെനു എന്ന് പറയുന്നത് ചെറിയൊരു ഉദാഹരണം, ഒരു എക്സ്പ്ലനേഷൻ തരാം. നമ്മൾ ഏതൊക്കെ വാക്ക് എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് മസ്കുലിനാന്ന് ചിന്തിക്കാം, ഏതൊക്കെ വാക്ക് അവസാനം എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഫെമിനാന്ന് ചിന്തിക്കാം എന്ന് ചെറിയൊരു ഷോർട്ട് കട്ട് മെനു, ഒരു ടിപ്പ് തരികയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ ANT അവസാനിക്കുന്ന വാക്കുകൾ സാധാരണയായിട്ട്, എപ്പോഴും അല്ല, സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. അല്ലെങ്കിൽ ENT വരുന്ന വാക്കുകൾ എപ്പോഴും മസ്കുലിനായിരിക്കും, എപ്പോഴും അല്ല, സാധാരണയായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ANT ആണെങ്കിൽ പ്രാക്ടിക്കാൻറ്റ്, ഡയമണ്ട്, ദി ഡയമണ്ട്. അല്ലെങ്കിൽ ENT ആകുമ്പോൾ ദ സ്റ്റുഡന്റ്, ദ പ്രൊഡ്യൂസന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ വരുന്ന ER വരുന്നത് എപ്പോഴും അല്ല ഉദ്ദേശിച്ചത് എപ്പോഴും എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. ഓക്കെ, അതിന് ICH വരികയാണെങ്കിൽ സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. ISMUS ഇസ്മൂസ് വരുവാണെങ്കിൽ സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. IST വരുവാണെങ്കിലും സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. AST വരുവാണെങ്കിലും മസ്കുലിനായിരിക്കും. LING വരുവാണെങ്കിലും സാധാരണയായിട്ട് മസ്കുലിനായിരിക്കും. ഇത് സാധാരണയാണ്, നമ്മൾ 80%. ചിലപ്പോൾ കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ ഈ വാക്കുകൾ കൂട്ടിയിട്ട് ഫെമിനിനുള്ള നോയിട്രം ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടെ പിന്നെ പഠിക്കാൻ നോക്കാം. ഇനി ഫെമിനിൻ വരുമ്പോഴെങ്ങനെയാണ്, ഫെമിനിൻ മെയിനായിട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണ്? ഓക്കെ, മെയിനായിട്ട് HEIT വരുന്നെല്ലാം ഫെമിനിൻ ആയിരിക്കും. KEIT വരുന്നെല്ലാം ഫെമിനിൻ ആയിരിക്കും. SCHFT, ഓക്കെ, ഷാഫ്റ്റ്, SCHAFT വരും ഫെമിനിൻ ആയിരിക്കും. UNG വരുന്നത് ഫെമിനിൻ ആയിരിക്കും. IE വരുന്നത് ഫെമിനിൻ ആയിരിക്കും. ANZ വരുന്നത് ഫെമിനിൻ ആയിരിക്കും. ENZ വരുന്നത് ഫെമിനിൻ ആയിരിക്കും. IK വരുന്നത് ഫെമിനിൻ ആയിരിക്കും. പിന്നെ ഈ അവസാനം വരുന്നതും സാധാരണ രീതിയിൽ ഫെമിനിൻ ആയിരിക്കും. ഈ നോയിട്രം വരുന്നത് MENT, മെന്റ് വരുന്നത് സാധാരണയായി നോയിട്രം ആയിരിക്കും. വരുന്നത് നോയിട്രം ആയിരിക്കും. TUM വരുന്നത് നോയിട്രം ആയിരിക്കും. CHEN വരുന്നത് നോയിട്രം ആയിരിക്കും. MA വരുന്നത് നോയിട്രം ആയിരിക്കും. EM വരുന്നത് നോയിട്രം ആയിരിക്കും.
NIS വരുന്നത് നോയിട്രം ആയിരിക്കും. പക്ഷെ ഇത് സാധാരണ രീതിയിൽ എന്ന് പറയുന്നതാണ്. കാരണം എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. ഒരു 90% ഈ വാക്കുകളിലെ അവസാനം, ഓരോ വാക്കിന്റെ അവസാനം ഇങ്ങനെയുള്ള വാക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഊഹിക്കാം അത് മസ്കുലിനാണോ ഫെമിനാണോ നോയിട്രം ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നോമിനാറ്റീവ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ആണ്. ഓക്കെ, അതിനകത്ത് ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത്. മസ്കുലിൻ നമ്മൾ ദർ എന്ന് പറയും, ഫെമിനിൻ ദി എന്ന് പറയും, നോയിട്രത്തിന് നമ്മൾ ദസ് എന്ന് പറയും, പ്ലൂറൽ ബഹുവചനത്തിന് നമ്മൾ ദി എന്ന് പറയും. ഓക്കെ, ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓരോ നോട്ടും എഴുതുക. ഓക്കെ, മസ്കുലിൻ എത്രയാണ്, ഫെമിനിൻ എന്താണ്, ഓരോ ദിവസവും 2 മസ്കുലിൻ 2 ഫെമിനിൻ 2 നോയിട്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ഭാഷ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആക്കാം. ഓക്കെ, ബിസ് ബാൾ. പിന്നെ കാണാം, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.